ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ ബി.ജെ.പി. നേതാവ് ടി.ജി. മോഹൻദാസിന്റെ പരാമർശത്തിൽ എസ്.എഫ്.ഐ. പരാതി നൽകി. സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ പോലീസിനുമാണ് പരാതി നൽകിയത്. എന്തിനാണപ്പാ നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം ആ പാവപ്പെട്ട മനുഷ്യനോട് ചെയ്ത്? എന്താ അദ്ദേഹം ചെയ്ത്? എത്ര മഹാപാവം! അദ്ദേഹം ചെറിയ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടല്ലേ? പണ്ട് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊരല്പം വർഗീയതയും ഒരല്പം ബി.ജെ.പി. സ്നേഹവും നരേന്ദ്രമോദി സ്നേഹവും ഒക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അദ്ദേഹം സർക്കാസ്റ്റിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം എന്തുണ്ടായി പ്രശ്നം? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിതനാക്കിയോ നിങ്ങളെ? ഉണ്ടായോ? എന്നാ കേൾക്കട്ടെ. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ ബന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. സാബാഷ് ജി, കൊടുകൈ. ഇത്ര സിമ്പിളായിരുന്നു കാര്യങ്ങൾ. ഇത് ഒരാഴ്ച മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അമിത്ഷായുടെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരാഴ്ചയ്ക്ക് ഒന്ന് ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം. നമ്മുടെ മോഹൻദാസ് ജി കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ സിമ്പിളായിട്ടുള്ള ചില തന്ത്രങ്ങളുണ്ടത്തെ. ഈ പാറ്റകളെയൊക്കെ തൂളാക്കി അവരുടെ സമരങ്ങളെയൊക്കെ പൊടിച്ച് കൈ കൊടുക്കുന്ന വളരെ സിമ്പിളായ ഒരു മാജിക്കുമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഈ സ്ഥാനം ഒന്ന് വിട്ടുകൊടുത്താൽ പിന്നെ നമ്മുടെ ഈ ധർമ്മേന്ദ്ര പ്രധാനക്കാം ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ സ്ഥാനത്ത് വളരെ സുരക്ഷിതമായി ഇരിക്കേണ്ടി വരും. ഇതിപ്പോൾ നാണം കെട്ടില്ലേ? ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ട ഇത്രയും വലിയൊരു പ്രസ്ഥാനം നാണം കെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലായില്ലേ എന്നത് ഒരാഴ്ച മുമ്പ് പറയായിരുന്നില്ലേ എൻ്റെ മോഹൻദാസ് ജി? ഈ സമരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൂത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്ര സിമ്പിളായിരുന്നു. ഒന്നുമില്ല, ഒരു അനൗൺസ്മെൻറ്റ്, കർഫ്യൂ എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ്, പിന്നെ ഒന്നുമില്ല. ആ തോക്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 4 വെട്ടി പൊട്ടിക്കുക. പിന്നെ എന്താ ഉണ്ടാവുക? അവിടെ കുറച്ച് ശവശരീരങ്ങൾ വരും, പിന്നെ കുറേ പേർക്ക് പരിക്ക് പറ്റും. ആ ശവശരീരങ്ങളൊക്കെ അങ്ങ് ആസ്പത്രിയിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ കാര്യമുള്ളൂ. അപ്പം ഇതാണ് ഈ അവസരമാണ്, സത്യത്തിൽ സുവർണ അവസരമാണ് നമ്മുടെ നരേന്ദ്രമോദിജിയും അമിത്ഷാ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല കേട്ടോ, നരേന്ദ്രമോദിയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ മഹാനാണക്കേടിൽ നിന്ന് സത്യത്തിൽ നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിന് പോലും രക്ഷപ്പെട്ടു നിൽക്കായിരുന്നു. ഇതിപ്പോൾ എന്ത് കഷ്ടമായിട്ടാണ് അതിൻ്റെ അണികളൊക്കെ നമ്മുടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പല ക്യാപ്സ്യൂളുകളും പല കൂട്ടുമരുന്നുകളൊക്കെ ചേർത്തിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വല്ല സൂത്രങ്ങളൊക്കെ തോന്നിയാൽ അതാത് സമയത്ത് പറഞ്ഞ് അറിയിക്കണം. അല്ല ഈ പോയ ബുദ്ധി ആന പിടിച്ചാൽ വരില്ലല്ലോ. അത് ഇനി പോട്ടെ, ഇനി എന്തെങ്കിലും അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഈ കളഞ്ഞു കുളിക്കരുത്, അതാത് സമയത്ത് അറിയിക്കണം കേട്ടോ. ഈ ഒരു പക്ഷേ ഇതായിരിക്കില്ലേ നമ്മുടെ എസ്.എഫ്.ഐ. പിള്ളേരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവർ കേസ് കൊടുത്തിട്ടുണ്ടാവുക. എന്നാലും എന്തെങ്ങനെ തോന്നാൻ കാരണം? അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് ഒരു ദേഷ്യം തോന്നാൻ എന്താണ് കാരണം? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കാൻ കേട്ടോ. എന്നാ പറയും. ഇത്തരത്തിൽ ആൻറ്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം, അവരുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. അപ്പം മൊത്തത്തിൽ ജി പറഞ്ഞു വരുന്നത് ആ സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം തന്നെ രാജ്യദ്രോഹികളും ദേശദ്രോഹികളുമായിരുന്നു എന്നല്ലേ? ഇത് തന്നെയാണല്ലോ ജി കുറേ കാലമായിട്ട് നമ്മുടെ ബി.ജെ.പി. സർക്കാർ, കേന്ദ്ര സർക്കാർ പറഞ്ഞു വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമരം ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്താൽ അവരൊക്കെ രാജ്യദ്രോഹികളാണല്ലോ, ദേശദ്രോഹികളാണല്ലോ. കർഷകർ അവരുടെ ആവശ്യം ഉന്നയിച്ച് ഒരു സമരം നടത്തിയപ്പോൾ അവരും രാജ്യദ്രോഹികളായിട്ടാണ് മുദ്രകുത്തിയത്. ഇപ്പം ഈ കുട്ടികൾ അവരിത് കുറേ കാലമായി സഹിക്കണു ജി. ഒരു 4-5 കൊല്ലമായിട്ട് നമ്മുടെ നടക്കുന്ന ദേശീയ പരീക്ഷകളെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജിൻ്റെ കഥയുള്ളൂ. പണ്ടുണ്ട് പറയും നിങ്ങൾ,
പണ്ടത്തെ കാര്യമില്ലല്ലോ. 12 കൊല്ലമായി ഇപ്പോൾ BJP ആണല്ലോ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ആ 12 കൊല്ലത്തെ കഥ എടുത്താൽ തന്നെ ഈ പഴയ കഥ പറഞ്ഞിരിക്കലല്ലോ. അങ്ങനെ എന്തെങ്കിലും പണ്ട് നടന്നിരുന്നെങ്കിൽ, UPA കാലത്ത് നടന്നിരുന്നെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ 12 കൊല്ലമായി ഇപ്പോൾ BJP ഭരിക്കുന്നത്. അപ്പോൾ 12 കൊല്ലമായിട്ടും ഈ സിസ്റ്റം ശരിയായിട്ടില്ലെന്നും കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നുവെന്നും 2024 തന്നെ വലിയ തോതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായ അത് താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. വലിയ തോതിലായിരുന്നു അന്ന് നടന്നത്. അന്ന് സുപ്രീം കോടതിയിൽ കേസ് വന്നു. അന്ന് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിന് വാണിംഗ് കൊടുത്തതാണ്. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അന്ന് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പം ഈ 2026 അതേ കഥ വലിയ തോതിൽ നടക്കുകയും പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്ത് വീണ്ടും പരീക്ഷ നടത്തുകയൊക്കെ ചെയ്തു. എന്തൊരു കഷ്ടപ്പാടാണ് ആ കുട്ടികളുടെ. CBSE പരീക്ഷയിൽ നടന്ന മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കേസ് നടന്നില്ലേ? ഏത് പരീക്ഷയാണ് കുറേ കാലമായിട്ട് ഭംഗിയായിട്ട് ഇവിടെ നടത്തുന്നത്? എല്ലാം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ് ഇത്തരം പരീക്ഷകൾ നടത്താൻ. ഈ പരീക്ഷകളൊക്കെ നടത്താനായിട്ട് സ്ഥിരം ജീവനക്കാരെന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന 10-20 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ സ്വകാര്യ കമ്പനികളിലെ കോൺട്രാക്ടേഴ്സാണ്. അവർക്ക് ആരോടാണ് പ്രതിബദ്ധത? അവർ കാശുണ്ടാക്കുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റ് കാശുണ്ടാക്കുകയാണ്. അത് ജിക്ക് അറിയാത്തതല്ല, അത് മന്ത്രിക്കും അറിയാത്തതല്ല. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യപ്പെടണമെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ പരീക്ഷ എഴുതി ഈ നാട്ടിൽ മാനം മര്യാദയായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നാ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ ആ കുട്ടികൾ ഏത് നമ്മളെ അള പൊട്ടിയാൽ എന്താ പറയില്ലേ? കുട്ടികൾ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ കൺട്രോളും നഷ്ടപ്പെട്ട് അവർ സമരരംഗത്തേക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷികളെയും ആശ്രയിക്കാണ്ട് അങ്ങ് ഇറങ്ങി വന്നതാണ് ഡൽഹിയിലേക്ക്, ജന്തർ മന്ദറിലേക്ക്. സമാധാനപരമായിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം ചിലരൊക്കെ നുഴഞ്ഞു കയറി സന്ദർഭം മുതലെടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതുണ്ടെങ്കിൽ തന്നെ ഈ ന്യായമായ ആവശ്യങ്ങൾ അത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ മോഹൻദാസ് ജി. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണ്ടേ? ആ കുട്ടികൾ ചർച്ചയ്ക്ക് വിളിക്കണ്ടേ? അപ്പോൾ അവസാനം ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ പോയി അവരുടെ കാല് പിടിച്ച് അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്ത് അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന നാണം കെട്ട ഒരവസ്ഥ ഇതുവരെ 56 ഇഞ്ച് ഈ നെഞ്ചളവുണ്ടെന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി വന്നില്ലേ? പാതിരാത്രിക്ക് വന്നിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അമ്പയെ പരാജയമാണ് എൻ്റെ മോഹൻദാസ് ജി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടന്നത് നടന്നു. ഇനിയെങ്കിലും ആ കുട്ടികൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് ഈ പാറ്റകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ മോഹൻദാസ് ജി നേരത്തെ പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞോളണം, ഞാൻ വരാൻ കാര്യങ്ങളൊക്കെ തീർത്തു തരാം, അവിടെയൊക്കെ ഭംഗിയായി ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ഈ തന്ത്രമായി അങ്ങോട്ട് ചെന്നാൽ അത് വിലപ്പോവോ ഈ കുട്ടികളുടെ മുമ്പിൽ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. നന്ദി, നമസ്കാരം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും മോഹൻദാസ് ജി ആള് ശുദ്ധനാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന് ശേഷം ഇടുന്നൊരു വീഡിയോ ശകലം കണ്ടാൽ ഇദ്ദേഹം ഒരു സാധുവാണെന്ന് മനസ്സിലാകും. അദ്ദേഹത്തിനോട് പ്രത്യേകിച്ചൊരു ദേഷ്യം തോന്നണ്ട. അപ്പോൾ അങ്ങനെ ബ്രോഡ്ലി ഞാൻ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവനായതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനും എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഏതായാലും അദ്ദേഹം രാജിവെച്ചു. 4-5 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു ഈ നീറ്റ് വിഷയത്തിൽ തന്നെ. എന്ത് വൈകിക്കോട്ടെ, അവനവൻ്റെ ആൾക്കാർ പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ. അയൽവക്കത്തു നിന്ന് എന്ത് പറയുന്നു എന്നുള്ളതാണ് എല്ലാവരും. 4 പേര് കേട്ടാൽ എന്ത് പറയും എന്നുള്ളതാണ് നോട്ടം. അല്ലാതെ അവനവൻ്റെ കൂടെ നിൽക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ അവർ പറയുകയാണ് ചേട്ടാ ഇത് കുഴപ്പമാണ്, ചേട്ടൻ ഇത് ഇട്ടുകളാ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതൊക്കെ സ്വാഭാവികമാണ്. എനിക്കതിൽ ആരോടും പരാതിയോ പരിഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല, മറ്റേ ആൾ പറഞ്ഞപ്പോൾ ചെയ്തില്ല, ശരി മറ്റേ ആൾ പറഞ്ഞപ്പോൾ ചെയ്തു, ആയിക്കോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പം ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ മോഹൻദാസ് ജി എത്ര പാവാണെന്ന്. ഇതേ ആവശ്യം ഈ കുട്ടികൾ ഉന്നയിച്ച ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 4-5 മാസം മുമ്പ് തന്നെ നമ്മുടെ മോഹൻദാസ് ജി എന്നെ പറഞ്ഞിട്ടത്രേ, ഏത് ധർമ്മേന്ദ്ര പ്രധാനെ ഒന്ന് രാജിവെച്ച് പൊക്കോളൂ, ഈ നിവിറ്റ് വിഷയത്തിൽ നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ല എന്ന് മോഹൻദാസ് ജി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ, സ്വന്തം ആൾ പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. പിന്നെയാണോ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ ഒരു പൊരുളെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വിധത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാകാനേ വഴിയുള്ളൂ. അദ്ദേഹം ഒരു രസികനായതുകൊണ്ട് ഒരുപക്ഷെ ഞാനാണ് ഈ ആഭ്യന്തരമന്ത്രിയെങ്കിൽ ചടപട എന്നൊക്കെ വെടിവെച്ച് കുട്ടികളെയൊക്കെ കൊന്നിട്ട് ഞാൻ കാര്യങ്ങൾ മാനേജ് ചെയ്തതിനെ എന്ന് പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുമോ എന്നെനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് വലിയ കാര്യമാക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കഥയുള്ളതായി തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ആവശ്യത്തിനോട്, ഈ കുട്ടികളുടെ ആവശ്യത്തിനോട് മനസ്സാ വാച അദ്ദേഹത്തിനും അനുകൂലമാണ് എന്നൊക്കെ ഇതൊന്ന് വായിച്ചെടുക്കാമോ എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.